ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അത് കലക്കിയെടുത്തി. ഇപ്പൊ നിധിയുടെ മുന്നില് ഏട്ടത്തി കാണിച്ച ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, ഓ അതാണ് ഈശ്വരമംഗലത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടത്. ഇതിനെയാണ് എടുത്തി നയതന്ത്രം എന്ന് പറയുന്നത്. അർഹിക്കുന്ന അവജ്ഞയോടെ ആൾക്കാരെ അകറ്റി നിർത്താൻ ഏട്ടത്തി ഇപ്പൊ പഠിച്ചിരിക്കുന്നു. വലിയ കാര്യത്തില് അവള് ഗൗതം സ്വിമ്മിംഗ് പൂളില് ചാടിയ കഥയൊക്കെ അവതരിപ്പിച്ച് തുടങ്ങിയതായിരുന്നു. ഓ എന്റെ പൊന്നോ, മുഖം തിരിച്ചും മറുപടി പറയാതെ ഏട്ടത്തി പോയ ആ പോക്കുണ്ടല്ലോ, അതിനെ ദേ മാർക്ക് 100-ല് 100. നിധിയുടെ മുഖം അപ്പൊ ഒന്ന് കാണണമായിരുന്നു, വേളറി വെളുത്ത്. ഓ ഇതിലും വലിയ അപമാനം അവൾക്ക് കിട്ടാനുണ്ടോ എഴുതി? ഇതിലും ഭേദം പരസ്യമായിട്ട് അവളുടെ മുഖം അടച്ചൊന്ന് പൊട്ടിക്കുന്നതായിരുന്നു എടുത്തി. ദേ എനിവേ കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ. ദേ ഇന്നേ ഏട്ടത്തി കാണിച്ചത് നിസ്സാര കാര്യമല്ല. ഈശ്വരമംഗലത്തിന്റെ ഈ അടുക്കളയിലേക്ക് പതുക്കെ പതുക്കെ നിധി ഏട്ടത്തിയെ ചവിട്ടി ഒതുക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതൊരു തിരിച്ചുവരവാ. പണ്ട് ഏട്ടത്തിക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന അധികാരത്തിലേക്കും വ്യക്തിത്വത്തിലേക്കുമുള്ള തിരിച്ചുവരവ്. ഇതിങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം, അകറ്റി നിർത്തണം. പഴയ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിച്ച് വീണ്ടും തലയിൽ കയറ്റി വെക്കരുത്, കേട്ടല്ലോ? ഈശ്വരമംഗലത്തെ അധികാര സ്ഥാനത്ത് എന്നും ഏട്ടത്തി തന്നെ ഉണ്ടാവണമെന്നതാണ് എന്റെ ആഗ്രഹം. വീട്ടുഭരണത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല, അറിയാലോ. ഇനി എന്റെ ജീവിതത്തില് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് എന്താന്നറിയോ ഏട്ടത്തിക്ക്? ആ ഭൈരവി അമ്മയെ ഒരിക്കൽ കൂടി ഒന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അതെന്തിനാണെന്നല്ലേ ഏട്ടത്തിയുടെ ഈ നോട്ടം? കഴിഞ്ഞ തിരുവോണത്തിന് ഭൈരവി അമ്മ നിധിയുടെ കഴുത്തിലേക്ക് എടുത്ത് അണിയിച്ചു കൊടുത്ത ഒരു മരതക മാലയുണ്ട്. ഈശ്വരമംഗലത്തിന്റെ അധികാരത്തിന്റെ ഒരു അടയാളം. അത് ഭൈരവിയമ്മയെ കൊണ്ട് നിധിയുടെ കയ്യിൽ നിന്ന് തന്നെ തിരികെ വാങ്ങിക്കണം. ഏട്ടത്തി നോക്കിക്കോ, ഇവിടുത്തെ പൂജാമുറിയില് 5 തിരിയിട്ട് കത്തുന്ന നിലവിളക്കിന് മുന്നിൽ വെച്ച് ആ മരതകമാല ഏട്ടത്തിയുടെ കഴുത്തിലേക്ക് ഇട്ടുതരും. ഇടുവിക്കും ഞാനത്, അതും ഭൈരവിയമ്മയെ കൊണ്ട് തന്നെ. കാത്തിരുന്നോ ആ ശുഭമുഹൂർത്തത്തിനായിട്ട്.